എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് ഒരു പ്രശ്നേ അല്ല. ആരും ശ്രദ്ധിക്കില്ല. നമ്മൾ അവിടെ കേറി എന്നുള്ളതാണ് പ്രൈമറി കാര്യം. അല്ലാതെ നിങ്ങൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ ഒപ്പമാണോ കേറി അതൊന്നും ഒരു അതൊന്നും ആരുടെയും ബോധർ ചെയ്യുന്ന കാര്യമില്ല. അപ്പൊ റീ റിപ്പീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആദ്യം അതാ പറയാനുള്ളത്. ഡോണ്ട് ബോദർ. നമ്മള് മെഡിക്കൽ കോളേജിൽ കേറിയാൽ നമ്മളെ ലൈഫ് ഭയങ്കര ചേഞ്ച്ഡ് ആവും. അപ്പോ എനിക്കറിയാം പ്രഷർ ഉണ്ടാവും. റിപ്പീറ്റ് ആണെങ്കിലും റീ റിപ്പീറ്റ് ആണെങ്കിലും ഇനി പ്ലസ് ടു ആണെങ്കിലും പ്രഷർ ഉണ്ടാവും. വീട്ടുകാരുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും. മോസ്റ്റ്ലി നമ്മളെ വീട്ടുകാരെ അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ എല്ലാ വീട്ടുകാരും ഒരുപോലെ ആവില്ല. കാരണം ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ പറയണ കേട്ടിട്ടുണ്ട് സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങോട്ട് എത്തിയതാണ്. എനിക്കെന്നൊക്കെ പറഞ്ഞാൽ എന്റെ പാരന്റ്സ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സ്വന്തമായിട്ട് സ്വന്തം ആഗ്രഹത്തില് എല്ലാരെയും എതിർത്ത് മുന്നോട്ട് വന്നവരും നമ്മളെ മെഡിക്കൽ കോളേജിലുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയാണ്. സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നല്ല. പക്ഷെ ഒരു റിപ്പീറ്റിലും കിട്ടിയില്ല. രണ്ടാമത്തെ റിപ്പീറ്റിലും ഞാൻ പോവാണ്. അപ്പൊ അവർക്ക് ഇതൊക്കെ കിട്ടുവോ? ആരായാലും ഇത് ചിന്തിക്കില്ലേ? അപ്പൊ ആ പ്രഷറൊക്കെ മാറ്റി വെക്കുക. അതൊക്കെ മെഡിക്കൽ കോളേജിൽ കേറിയാല് എല്ലാം മാറും. അതൊന്നും ഒരു പ്രശ്നേ ആവില്ല പിന്നെ. അപ്പൊ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ്ലി ഞാൻ എങ്ങനെ പഠിച്ചിരുന്നു എന്നുള്ള കാര്യം പറയാനുള്ളത്. അപ്പൊ ഒരു മിനിറ്റ്. സോറി, ഞാന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടില് വിരുന്നുകാരാണ്. അപ്പൊ കുറച്ച് ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ഐ എം വെരി സോറി. ബാക്ക് ടു മൈ പോയിന്റ്. ഒരു ഫസ്റ്റ്ലി കുഴപ്പമില്ല, ഞാന് സ്വാഭാവികമാണ്. ഓക്കെ. ഓക്കെ, അതെ ഡോണ്ട് വറി. അതെ, വിരുന്ന് വന്നതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായത്. അപ്പൊ ബാക്ക് ടു മൈ പോയിന്റ്. അപ്പൊ ഫസ്റ്റ്ലി ഞാൻ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞുതരാം. ഞാന് അത്യാവശ്യം ഉഴപ്പുള്ള ഒരാളായിരുന്നു. പറഞ്ഞ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ അത്ര വലിയ പഠിപ്പില്ല. ഞാൻ ഇതുവരെ ക്ലാസ്സിൽ ടോപ്പർ ആയിട്ടില്ല. സത്യമായിട്ട് പറയണേ. ഞാൻ 10 വരെ ഞാൻ ക്ലാസ്സിൽ ടോപ്പർ ആയിട്ടില്ല. CBSE പഠിച്ചിരുന്നത്. എന്റെ ക്ലാസ്സിൽ ഞാനൊരു 4, 5 അത്രയൊക്കെ ഉള്ളായിരുന്നു ഞാൻ. അതും ഉണ്ടോന്നൊന്നും എനിക്കിപ്പോ ഓർമ്മയില്ല. കാരണം അത്രക്കും ബ്രില്യന്റ്, എക്സ്ട്രാ ബ്രില്യന്റ് കുട്ടികൾ എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോ എവിടെയാന്ന് പോലും അറിയില്ല. എനിക്കറിയില്ല. ഏതായാലും നമ്മള് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയും. അപ്പൊ അറിയൂല എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പൊ നമ്മള് ടോപ്പർ അല്ലാന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് ഒഴിവാക്കുക. ഇത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടും. അതാണ് ആദ്യം പറയാനുള്ളത്. 10th-ലും +1 +2 ഞാൻ റെസിഡൻഷ്യൽ ആയിരുന്നു പഠിച്ചത്. അപ്പൊ അവിടെ റെസിഡൻഷ്യൽ പഠിക്കുമ്പോൾ നാട്ടിൽ തന്നെ ചെറിയൊരു റെസിഡൻഷ്യൽ സ്കൂളായിരുന്നു. പക്ഷെ എന്താണേലും എവിടെയും പഠിപ്പുകളുണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതലുള്ള ആൾക്കാർ ഇങ്ങനെ ഓടി നടന്ന് പഠിക്കുന്ന കാണുമ്പോ പ്രഷർ വരും. പക്ഷെ അന്നൊക്കെ നിർത്തി പോവാന്നായിരുന്നു. പക്ഷെ എവിടേക്കോ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം, പിന്നെ പാരന്റ്സിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് വരുന്നതാ. അപ്പൊ അന്നും ഇതുപോലെ തന്നെ. അന്ന് ക്ലാസ്സിൽ 4 ഓ 5 പോട്ടെ, ഒരു 60 പേരിൽ ഒരു 20ാം സ്ഥാനം, 10, 15ന്റെ ഉള്ളിലായിരുന്നു എന്റെ സ്ഥാനം ഉണ്ടായിരുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പഠിപ്പിയാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ പഠിക്കാനും ഇച്ചിരി മടി ഉള്ള ആള് തന്നെയായിരുന്നു. അങ്ങനെ പ്ലസ് ടു തീർന്നു. പ്ലസ് ടുവിൽ അത്ര മാർക്കൊന്നുമില്ല. റിപ്പീറ്റിന് നിന്ന്. റിപ്പീറ്റ് പിന്നെ കോവിഡ് ബാച്ച് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഉഴപ്പായിരുന്നു. കാരണം വീട്ടിലിരുന്നാ പഠിക്കുന്നത്. നമുക്ക് എത്രത്തോളം വീട്ടിലിരുന്ന്, എനിക്ക് തോന്നുന്നു എന്റെ സറൗണ്ടിങ്സ് റെഡി ആവണം. നമ്മൾ വീട്ടിൽ എത്രത്തോളം നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ. ചിലർക്ക് വീട്ടിലേ നടക്കൂ, അങ്ങനെയുണ്ട്. പക്ഷെ എന്റെ കേസ് അങ്ങനെയല്ല. പലരും പല പോലല്ലേ. നമുക്ക് എവിടെയാണോ കംഫർട്ട്, ആ കംഫർട്ട് ഒഴിവാക്കുകയാണ് വേണ്ടത്. കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കുകയല്ല വേണ്ടത്. കംഫർട്ട് ഒഴിവാക്കിയിട്ട് വേണം പഠിക്കാൻ. കംഫർട്ടിൽ ഇരുന്നാലേ നമ്മള് മടി പിടിച്ചു പോകും. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. അപ്പൊ വീട്ടിലിരുന്നാലാണ് നിങ്ങൾക്ക് സുഖം എന്നുണ്ടെങ്കിൽ വീട് ഒഴിവാക്കുക. കാരണം ആ സുഖത്തില് നമ്മുടെ പഠിപ്പ് മുടങ്ങിപ്പോവും. അപ്പൊ എനിക്ക് ഹോസ്റ്റലായിരുന്നു ബുദ്ധിമുട്ട്. അപ്പൊ ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ച്, അല്ല, വീട്ടിൽ എനിക്ക് സുഖമായിരുന്നല്ലോ. അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിപ്പ് റെഡി ആയില്ല. കോവിഡ് ആയിരുന്നു. ഹോസ്റ്റലിൽ പോകാനുള്ള വഴിയില്ലായിരുന്നു. അങ്ങനെ റിപ്പീറ്റ് തീർന്ന്. അതുകൊണ്ട് തന്നെ പഠിത്തം റെഡി ആയില്ല. പക്ഷെ മാക്സിമം ശ്രമിച്ചിരുന്നു വെച്ചാൽ ശ്രമിച്ചിരുന്നു. ഓക്കെ. എന്താ ഞാൻ എന്താ ചെയ്തിരുന്നെന്ന് അറിയോ? ഞാൻ അധികം തിയറി ഒന്നും, ഞാൻ ക്ലാസ് ഒന്നും കേൾക്കില്ല. ഭയങ്കര ഉഴപ്പ് തന്നെയായിരുന്നു. ക്ലാസ് കേൾക്കില്ല. എന്നിട്ട് ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ, തരുന്ന മൊഡ്യൂൾസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതൊക്കെ ചെയ്യും. ക്വസ്റ്റ്യൻസ് വെറുതെ ഇരുന്ന് അങ്ങനെ പാസീവ്ലി ഇരുന്ന്
ചെയ്യും. അല്ലാണ്ട് എൻസിഇആർടി വായിക്കുക അങ്ങനെയൊന്നുമില്ല. ബയോളജി എടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു. അങ്ങനെ ഒരു ഒഴുപ്പ് റിപ്പീറ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അതിലും കിട്ടിയില്ല. സ്വാഭാവികം. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് അതേ പറയാം. മടി പിടിച്ചാൽ ഇത് കിട്ടൂല. ഇത് ഇത് അതെന്താന്നറിയോ? ഇത് വല്ലാതെ ടഫ് ആയിട്ടല്ല. പക്ഷെ ഇത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. നമ്മള് മുന്നോട്ട് ഏറ്റവും ആ പറഞ്ഞ സീറ്റിന് കിട്ടേണ്ട റാങ്കിൽ നമ്മൾ എത്തണം. അല്ലാതെ വെറുതെ പഠിച്ചാൽ നമുക്ക് ആർക്കും ഇത് എഴുതാൻ പറ്റും. നീറ്റ് പാസ്സാവാൻ അത്രയും സിമ്പിളാ. ഒരു 450 കിട്ടാനും സിമ്പിളാ. 450 വരെ നമുക്ക് കിട്ടും. നമ്മൾ അത്യാവശ്യം ഒരു ആവറേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 450 മാർക്ക് വരെ കിട്ടും. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഒരു ലെവൽ വെച്ചിട്ടാണെങ്കിൽ ഒരു 550 മാർക്കും നമുക്ക് ഒരു ആവറേജ് പഠിപ്പിക്ക് കിട്ടണ്ട. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു 600 ബൗണ്ടറി അതുപോലെ ആ 650 ബൗണ്ടറി കിടക്കണമെങ്കിൽ അത്യാവശ്യം ഹാർഡ് വർക്ക് വേണം. ആ ഹാർഡ് വർക്ക് പിന്നെ ഞാൻ ചെയ്തത് റീ റിപ്പീറ്റിലാണ്. അന്നാണ് ബോധോദയം വരിക എന്നൊക്കെ പറയില്ലേ. അങ്ങനെ എന്താ ഹോസ്റ്റലിൽ പോയിട്ട് നല്ല സ്ട്രഗിൾ ചെയ്തു. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടി തന്നെ പഠിച്ചു. എന്താ പറയാ എനിക്ക് ആലോചിക്കുമ്പോ അതൊരു ട്രോമയാണ്. അതങ്ങനെ തന്നെയാ വരൂ. കാരണം സ്ട്രെസ് ഉണ്ടാവും. നമ്മള് രണ്ടാമത്തെ പ്രാവശ്യം ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പക്ഷെ എന്താ പാരന്റ്സ് ഉണ്ട്. നമുക്ക് പാരന്റ്സ് പ്രശ്നമല്ല. നമുക്ക് പ്ലാൻ എ പോയ പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി പോയ സി ഉണ്ട്. സി മുതൽ സെറ്റ് വരെ നമുക്ക് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ സപ്പോർട്ട് ചെയ്തതാണ് എന്റെ പാരന്റ്സ്. എപ്പോഴും എക്സാം കഴിഞ്ഞ് എനിക്ക് മാർക്ക് ഉണ്ടാവില്ല. മാർക്ക് വളരെ കുറവായിരിക്കും. റാങ്ക് ഉണ്ടാവില്ല. അത് ഞാൻ ബ്രില്യന്റ് അല്ല പഠിച്ചത്. അപ്പൊ ബ്രില്യന്റ് എന്ന് പറയുമ്പോ അത്രയും സ്റ്റുഡൻസ് അല്ലേ. അവിടെ ഫുൾ ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പൊ നമുക്കൊരു ഞങ്ങളെ റാങ്ക് എന്ന് പറയാ ഒരു 11,000 പേരിലാ റാങ്ക് വരിക. അപ്പൊ അതിൽ എനിക്ക് വരുന്ന റാങ്ക് എത്ര എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. 2000 3000 ഇടയിൽ വരാറുണ്ട്. 1000 സംതിങ് വരാറുണ്ട്. അപ്പൊ നമ്മള് ഓവറോൾ ഒരു കേരള റാങ്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കേരള റാങ്ക് ആ ഒരു ലെവലിൽ വെച്ചാണ് 4000 6000 ഒക്കെ ആവും എന്റെ കേരള റാങ്ക് വരാം. കാരണം ബാക്കിയുള്ള സ്റ്റുഡൻസും കൂടി കൂടുമല്ലോ. അപ്പൊ ബ്രില്യന്റിൽ തന്നെ ഇത്ര കുറവ് റാങ്ക് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോ പക്ഷെ പതറിയില്ല. എന്താ പറയാ മുന്നോട്ട് പോവാൻ ഒരു ചെറിയൊരു ഫയർ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത്ര എംബിബിഎസ് ഹാർഡായിട്ട് വേണം അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഡിറ്റർമൈൻഡ് അല്ലായിരുന്നു ഞാൻ. എനിക്ക് ഇതാണ് എന്റെ വഴി. ഇതാണ് എനിക്ക് എത്തിപ്പെടേണ്ട ഒരു സ്ഥലം. അത്ര ഒരു ആഗ്രഹമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനു വേണ്ടി ഞാൻ റീ റിപ്പീറ്റിന്റെ സമയത്ത് ഒരു വർഷം ഇല്ലായിരുന്നു. വെറും 8 മാസം ഉള്ളായിരുന്നു. അതാണ് എന്റെ ഏറ്റവും വലിയ ആഹ് എന്താ പറയാ മോട്ടിവേഷൻ ആണ്. ആദ്യം 8 മാസം ട്രൈ ചെയ്താൽ മതിയല്ലോ. 8 മാസം ട്രൈ ചെയ്താല് നീറ്റിന് നമുക്ക് എക്സാം വീണ്ടും എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പൊ റീ റിപ്പീറ്റിന്റെ ടൈമില് അത്യാവശ്യം ഫയറിൽ പഠിച്ചു. പാരന്റ്സ് സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്ക് വലിയൊരു കാര്യം എന്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ്. റി- എന്താ നീറ്റ് റീ റിപ്പീറ്റ് ചെയ്ത് നീറ്റ് എക്സാം ആയി നീറ്റ് 2023. അപ്പോ ഈ എക്സാമിന്റെ ഒരാഴ്ച മുന്നേ കറക്റ്റ് 1 വീക്ക് മുന്നേ എനിക്കൊരു പനി പിടിച്ചു. പനി എന്ന് പറഞ്ഞാല് പനി വെറുതെ ഒരു പനി പിടിച്ചത്. പക്ഷെ നല്ല കത്തി പനി ഉണ്ടായിരുന്നു. അപ്പൊ ബ്രില്യന്റ് കോട്ടയത്തല്ലേ. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ നമുക്ക് വെറുതെ ഒന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അന്നൊന്നും കോവിഡ് ഇല്ല കേട്ടോ. 2023 ആണ്. കഴിഞ്ഞ വർഷത്തിന് മുന്നേ ജസ്റ്റ് മുന്നേ വർഷം കോവിഡ് ഒക്കെ എല്ലാവരും മറന്നു കഴിഞ്ഞു. പക്ഷെ ഇവര് വെറുതെ ഒന്ന് എന്താണ് ഇത്രയും പെട്ടെന്ന് ഒരു പനി ഇത്രയും ഹൈ ഡിഗ്രിയിൽ പനിച്ചത് കൊണ്ട് ഒരു ജസ്റ്റ് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് ആണ്. അപ്പം എന്നെ ഹോസ്റ്റലിൽ കയറ്റിയില്ല. കാരണം ഒരു ആഴ്ചയേ ഉള്ളൂ. അവിടെ ഞാൻ കോട്ടയത്ത് വെച്ചിട്ട് തന്നെയാണ് എന്റെ എക്സാം സെന്റർ കൊടുത്തത്. കാരണം എല്ലാം കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് വീട്ടിലേക്ക് വെക്കേഷൻ ആയിട്ട് പോവാന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം ഒരാഴ്ച മുന്നേ നമ്മളുടെ എൻവയോൺമെന്റ് മാറ്റുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. നമ്മൾ എങ്ങനെയാണ് ശീലിച്ചത് ആ ഒരു രീതിക്ക് തന്നെ പോവാന്നുള്ളതാണ്. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഞാൻ കോട്ടയത്ത് തന്നെ എക്സാം സെന്റർ കൊടുത്തു. എന്നിട്ട് കോവിഡ് വന്ന് 2 ദിവസം ഞാൻ ഭയങ്കരമായിട്ട് പനിച്ചെന്ന് പറഞ്ഞാല് 3 ദിവസത്തോളം നല്ലോണം പനിച്ചു. ഒന്നിനും എണീക്കാൻ കഴിയാതെ കോവിഡ് അല്ല എണീക്കാൻ കഴിയാതെ പനിച്ചു. അത് പിന്നീട് എന്റെ ഉമ്മ ഉപ്പ അവര് കോൺസ്റ്റന്റ് ആയിട്ട് എന്നെ പനിയും കൂടിയായി ആകെ ഡൗൺ ആയി ഞാന്. ഇത് തീർന്നു ഇനി കിട്ടൂലെന്നായി ഉറപ്പിച്ചു ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു ഇല്ല ഉമ്മ ഇതും പോയി ഈ വർഷവും പോയി. ഇനി നമുക്ക് അടുത്ത വർഷം വേറെ എന്തെങ്കിലും ചെയ്യാം. നമ്മളെ പ്ലാൻ ബി എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. പ്ലാൻ ബി ഞാൻ ആലോചിച്ചിട്ടില്ല. എന്റെ ഉപ്പയാണ് എല്ലാം നമുക്ക് പ്ലാൻ ബി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതൊക്കെ അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ പ്ലാൻ ബി ആലോചിക്കേണ്ടതും പ്ലാൻ എ പാളിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു. കാരണം ഇത്രയും ഞാൻ ലെവലിൽ എത്തിയതായിരുന്നു. പഠിച്ച് കിട്ടും എവിടെയെങ്കിലൊക്കെ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടും എന്നുള്ള രീതിക്ക് എന്റെ സ്കോർ ലാസ്റ്റിക്ക് നന്നായിട്ട് ഹൈ ആയിരുന്നു. ആ ഒരു പ്രതീക്ഷയാണ് ഈ കോവിഡ് പിടിച്ച് പോയത്. പക്ഷേ എന്താന്നറിയില്ല പിന്നെ ഒരു ഫയർ വന്ന് 4 ദിവസമായിട്ടേ ബാക്കിയുള്ളൂ. പക്ഷെ ഞാൻ സ്റ്റിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്.
നീറ്റുള്ളത് ഒരു സൺഡേ. ആ സൺഡേന്റെ സാറ്റർഡേ അല്ലാത്ത ഫ്രൈഡേ ആണ് ഞാൻ ഡിസ്ചാർജ് ആയി വന്നത്. അന്നാണ് ഞാൻ പിന്നീട് ഹോസ്റ്റലിൽ കയറുന്നത്. അന്നാണ് പിന്നെ ബുക്ക് എടുക്കണേ. അത് ആ ഒരാഴ്ച പിന്നെ ബുക്കേ തൊട്ടിട്ടില്ല. ഈ വെള്ളിയാഴ്ചയാണ് ബുക്ക് എടുത്തത്. ജസ്റ്റ് റിവിഷനേ എനിക്ക് കഴിയുള്ളൂ. വേറെ ഒന്നും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനോ ക്വസ്റ്റ്യൻസ് നോക്കാനോ എക്സാം ചെയ്യാനോ ഒന്നും എനിക്ക് കഴിയില്ല. വെറുതെ ഞാൻ ബയോളജി പാസീവായിട്ട് ഇരുന്ന് വായിച്ചു. ഫ്രൈഡേ സാറ്റർഡേ പിന്നെ ഒന്നും പഠിച്ചില്ല. സാറ്റർഡേ പറയുമ്പോ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് ഞങ്ങൾ വെറുതെ കോട്ടയത്ത് എല്ലായിടത്തും കറങ്ങി. അങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് എന്താ പറയാ അന്ന് നല്ല പിന്നെ സ്ട്രെസ് ഫ്രീ ആക്കണം അത്രേ ഉള്ളൂ. കാരണം എന്റെ ഉപ്പാക്കറിയാം ഞാൻ എല്ലാം പഠിച്ചു തീർന്നേക്കണേ. എനിക്ക് സ്ട്രെസ് ആയാലാണ് എനിക്ക് സ്കോർ കുറയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എന്റെ ടെൻഷന് ഞാൻ അന്ന് ടെൻഷൻ അനുഭവിച്ചിട്ടേ ഇല്ല. കാരണം അത് അവരുടെ മിടുക്ക് തന്നെയാണ്. നമുക്ക് ആരെങ്കിലും ഒക്കെ ഒരാള് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കഴിയെങ്കിൽ അത് ഓക്കെയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ എന്നെ കൂടെ സ്വന്തമായിട്ട് കഴിയൂല. എനിക്ക് ഒരാളിങ്ങനെ ബാക്കിൽ മോട്ടീവായിട്ട് ഉണ്ടെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അപ്പോ ഞാൻ അങ്ങനെ ശനിയാഴ്ചയും തീർന്നു. ഞായറാഴ്ച ഞാൻ എക്സാം എഴുതി, നന്നായിട്ട് എഴുതി. അങ്ങനെ എനിക്ക് എന്താ പറയാ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. 600 605 വന്ന് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അല്ല, 635 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി അൽഹംദുലില്ലാ. അപ്പോ പിന്നെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ കോളേജ് സെലക്ട് ചെയ്യാം. കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ തൊട്ടടുത്ത വീടിന്റെ തൊട്ടടുത്തുള്ള കോളേജ് കിട്ടി. അതും വേറൊരു അൽഹംദുലില്ലാ. എല്ലാവർക്കും നല്ല ലൈഫൊക്കെ സെറ്റിൽ ആയി പോകണം. എന്താ പറയാ ഞാൻ എന്റെ ഡ്രീം ലൈഫിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ഞാൻ മെഡിക്കൽ കോളേജിൽ കയറിയിട്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ. എന്താ പറയാ ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണേ, ഞാൻ ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു, ജിമ്മിൽ പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ജസ്റ്റ് പോക്കറ്റ് മണി ആണെങ്കിലും അത് ഞാൻ ചെയ്യുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. MBBS ആണ്. ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ക്ലിനിക്സിൽ പോകുന്നുണ്ട്, പേഷ്യൻസിനെ കാണുന്നുണ്ട്. എന്താ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ലൈഫ് ഇപ്പൊ അത്രക്കും അൽഹംദുലില്ലാ. അപ്പൊ എനിക്ക് അതാ പറയാനുള്ളത്. സ്ട്രെസ് എടുക്കാതിരിക്കുക. ഇത് ആരെ കൊണ്ടും കഴിയും. കാരണം ഞാൻ അത്ര വലിയ ടോപ്പർ അല്ലായിരുന്നു. ആരെ കൊണ്ടും കഴിയും. ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളുടെ ലേസിനെസ് അല്ലെങ്കിൽ നമുക്കൊരു വീക്ക്നെസ് ഉണ്ടാവും. നമുക്ക് എവിടെ ചിലവർക്ക് അത് സോഷ്യൽ മീഡിയ ആയിരിക്കും, ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കും. എനിക്ക് വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഞാൻ ഫിലിംസ് ആണ്. ഫിലിംസ് ആൻഡ് സീരീസ് ഞാൻ ഇരുന്ന് അഡിക്റ്റ് ആണ്. ഇരുന്ന് കാണും. അത് ഒഴിവാക്കാനുള്ള നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു മനസ്സ് വരിക. നമ്മളുടെ ആ ഒരു ഹോബി, ആ ഒരു ലേസി വരുത്തുന്ന ഹോബി ഒഴിവാക്കാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളുടെ സക്സസ് തുടങ്ങും. അവിടെ നമ്മൾ സക്സസ് തുടങ്ങും. അവിടെ തൊട്ട് നമുക്ക് എന്താ പറയാ ഉയർച്ചയുടെ ഒരു പടി തന്നെ ആയിരിക്കും. എന്റെ കേസിൽ എന്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ എടുത്ത് എന്റെ ഉപ്പാടൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ അതൊന്നും എനിക്ക് നടക്കൂല, അത് ഞാൻ അത്ര വലിയ പഠിക്കുന്നില്ല, നീച്ചൊക്കെ നിക്കോ, ഞാൻ അങ്ങനെയൊക്കെ പറയും. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് ഡാർക്ക് ഹ്യൂമറൊക്കെ ആയിട്ട് അങ്ങനെ പറയും. അപ്പൊ ഉപ്പ പറയും, അങ്ങനൊന്നല്ല, കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ, കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ വലിയ ഇന്റലിജന്റോ IQ ആണ് അങ്ങനെയൊന്നും അല്ല. അത് അത് അതൊരു നേക്കാണ്. ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇതെന്താന്ന് പറഞ്ഞാല്. അല്ല, കുറേ ബുദ്ധി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഒരു നേക്ക് കിട്ടിയാൽ മതി. അതേമാതിരി കുറച്ച് കഷ്ടപ്പെട്ടാലും മതി. എനിക്ക് എന്താ പറയാ ഒറ്റൊരു ഉപദേശം തരാനാണ് എന്നെ ഇവിടെ നിർത്തിയതെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഒന്നേ പറയുള്ളൂ, ഹാർഡ് വർക്ക് ചെയ്യാം. ഹാർഡ് വർക്കിന്റെ കൂടെ സ്ട്രെസ് ഇല്ലാണ്ടിരിക്കുക. കാരണം ഹാർഡ് വർക്ക് പ്ലസ് സ്ട്രെസ് തോൽവിയാണ്, ഫെയിലിയർ ആണ്. അത് നമ്മൾ കണ്ടത്. നമ്മൾ എല്ലാ രീതിയിലുള്ള നീറ്റ് ആസ്പിറൻസിനെയും കണ്ടതാണ്. ഇപ്പൊ എന്റെ മെഡിക്കൽ കോളേജിലുള്ള എന്റെ കോളേജിലുള്ള കുറച്ച് എന്റെ ക്ലാസ്മേറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, എന്താ പറയാ അറിയോ, ഇപ്പൊ കോളേജ് ലൈഫ് ആണ്, നല്ല എൻജോയ്മെന്റ് ഉണ്ടാവും, എന്നും പരിപാടി ഉണ്ടാവും. എന്താ ഒരു ലൈഫാണ്. പക്ഷെ അതിലേക്ക് ഒന്നും ഇൻവോൾവ് ആവാതെ അക്കാഡമിക്സ് മാത്രം നോക്കി 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 ഒരു പരിപാടിക്കും കൂടാതെ ഇരുന്ന് പഠിച്ച് അത് മാത്രം ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. കുറച്ച് പേര് ക്ലാസ്മേറ്റ്സ് തന്നെയാണ്, എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷെ അവർക്ക് എന്താ സംഭവിക്കണേ, അവസാന എക്സാം വരുമ്പോ അവർക്ക് ഒരു മാർക്ക്, ഞങ്ങൾക്ക് ഒരു മാർക്ക്. മനസ്സിലായോ? അപ്പൊ എന്താ അവര് പഠിക്കാഞ്ഞിട്ടാണോ? അല്ല, അവര് പഠിക്കാഞ്ഞിട്ടാണോ? അത് ഞങ്ങൾ പഠിച്ചത് കൂടിയതാണോ? ഒന്നുമല്ല. ഇതൊരു ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് അതും വേണം. വെറുതെ കുറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ കുറച്ച് കേസ് ഉണ്ടല്ലോ, അത് വെറും ഹാർഡ് വർക്ക് ആണ്. അങ്ങനെയും പാടില്ല. നേക്ക് വേണം, സ്മാർട്ട് വർക്ക് വേണം. നമുക്ക് ജയിക്കാനുള്ള ഒരു നേക്ക് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ആ ഒരു സ്മാർട്ട്നെസ് കൂടി കാണിക്കാൻ നോക്കുക പഠിത്തത്തില്. ഞാൻ ഓരോ സബ്ജക്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ബയോളജി ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ? MCQ പ്രാക്ടീസ് ചെയ്തിട്ടേ ഇല്ല. ടു ബി ഫ്രാങ്ക്,
NCERT പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ NCERT മാത്രം വായിച്ചു. NCERT ദീദി നല്ല കുട്ടികൾ. ശരി. സോറി ഫോർ ദ ഡിസ്ട്രാക്ഷൻ. സോറി സോറി സോറി. അപ്പോ ബയോളജി ഞാൻ തീരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ചെയ്തത് എന്താന്ന് വെച്ചാല് നമുക്ക് എക്സാം ഉണ്ടാവില്ല, സീരീസ് ടെസ്റ്റ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഉള്ള എക്സാംസിൽ മാത്രമേ ബയോളജി എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിചയമുള്ളൂ. ഈവൻ അസേഷൻ ആൻഡ് റീസൺ പോലും. ഞാൻ എന്ത് ചെയ്യും, ഞാൻ NCERT വായിക്കും, ടെക്സ്റ്റ് വായിക്കും. രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ടെക്സ്റ്റ് വായിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് എക്സ്ട്രാ കിട്ടും. ഇനിയിപ്പോ ഒരു 10 പ്രാവശ്യം വായിച്ച ചാപ്റ്റർ ആണെങ്കിൽ 11ാമത്തെ പ്രാവശ്യം വായിച്ചാലും എനിക്കൊരു എക്സ്ട്രാ പോയിന്റ് കിട്ടും. ആ കിട്ടുന്നത് ഒന്ന് എക്സാമിന് എനിക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടിയിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അസേഷൻ റീസൺ വന്നപ്പോൾ ഞാൻ തെറ്റിച്ചിരുന്നു, ആ ഒരു ഓർമ്മയിൽ കിട്ടാം. അല്ലെങ്കിൽ അയ്യോ ഇങ്ങനൊരു സംഭവം, ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ. നമ്മള് വായിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മൈൻഡ് അതിൽ തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മള് മനുഷ്യന്മാരാണ്, നമുക്ക് ഡേ ഡ്രീമിങ് വരും, അതൊക്കെ നോർമലാണ്, എല്ലാം വരും, നമുക്ക് ലേസിനെസ് വരും, ഒക്കെ നോർമലാണ്. പക്ഷെ അതിനെ തരണം ചെയ്യാൻ കഴിയണം, അത് ഓവർകം ചെയ്യാൻ കഴിയണം. അതുപോലെ ഇതൊക്കെ നോർമൽ അല്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ലേസിനെസ് വരിക, അതേമാതിരി പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറയും, വലിയ ടേം ഒക്കെയാണ്. പ്രൊക്രാസ്റ്റിനേഷൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രെസ് അടിച്ചിരുന്ന് പഠിക്കാതിരുന്നാലോ, അവിടെ തീർന്നു. പക്ഷെ ഇത് നോർമൽ ആണ്, ഇത് എനിക്ക് വരും. അങ്ങനെ വരുമ്പോ നമ്മൾ 5 മിനിറ്റ് ഉറങ്ങുക, അല്ലെങ്കിൽ ഇപ്പോ എന്താ ഡിവോഷൻ മോട്ടിവേഷൻ എന്തെങ്കിലും ചെയ്യുക. ഇനിയിപ്പോ എന്താണ് റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് നിസ്കരിക്കുക, സ്വലാത്ത് ചൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ണടച്ച് ശ്വാസം, അത്ര മതി. അവിടെ തീർന്നു, അവിടെ തീരണം. പിന്നെ അങ്ങ് അവിടെയും തീരുന്നില്ല, എനിക്ക് അത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് നന്നാക്കാൻ വിചാരിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. നമ്മൾ നന്നാക്കാൻ വിചാരിച്ചാലേ നമ്മൾ നന്നാവും. പക്ഷെ എപ്പോഴും നമുക്കത് കൊണ്ടുപോകാൻ കഴിയൂല. അത് ശരിയാണ്, മനുഷ്യ സഹജമാണ്. നമ്മളെപ്പോഴും എന്താ പറയാ, മടിയുള്ള ഭാഗത്തേക്ക് നമ്മളെ ഹ്യൂമൻ ബോഡി, നമ്മുടെ മൈൻഡ് പോവുള്ളൂ. പക്ഷേ അത് എപ്പോഴും ആക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും അത് അത് നമ്മളെ കീഴ്പ്പെടുത്താതെ നോക്കുക. നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡിനെ അത് കീഴ്പ്പെടുത്താതിരിക്കാൻ നോക്കുക. നമ്മള് നമ്മുടെ ഹാർഡ് വർക്കിനെ അതിന്റെ മുന്നിലേക്ക് എത്തിക്കുക. ലേസിനെസ് ഉണ്ടായിക്കോട്ടെ, ഒരു ദിവസം ഒരു കുറച്ചു നേരമൊക്കെ ലേസി ആയിട്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ല. ബാക്കിയുള്ള സമയം പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ ബയോളജി എങ്ങനെയായിരുന്നു പഠിച്ചത്? NCERT മാത്രം. ഓക്കെ. പിന്നെ കെമിസ്ട്രി, ഫിസിക്സ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അല്ല, ആദ്യം ഫിസിക്സ് പറയാം. ഫിസിക്സ് പറയുമ്പോൾ ഞാൻ NCERT വായിക്കാറേ ഇല്ല. ഓക്കെ. വായിച്ച ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ചാപ്റ്ററിന്റെ പേര് കൃത്യമായിട്ട്, ഫ്ലൂയിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, സോളിഡ്സ്, അങ്ങനെ കുറച്ച് ചാപ്റ്റർ ഇല്ലേ, അങ്ങനത്തെ കുറച്ച് തിയറിറ്റിക്കൽ, അതേമാതിരി ആറ്റംസ്, ന്യൂക്ലിയൈ, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരുന്നു NCERT ജസ്റ്റ് വായിച്ചിരുന്നത്. എന്തെങ്കിലും കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ മെക്കാനിക്സ് ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് പ്രോബ്ലമാറ്റിക് ചാപ്റ്റേഴ്സ് ഒന്നും ഞാൻ NCERT വായിച്ചിട്ടില്ല. പക്ഷെ NCERT എക്സസൈസ് ഒരു പ്രാവശ്യമായിട്ട് ചെയ്തോണം, ഒരു പ്രാവശ്യമായിട്ട് അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കി മൊത്തം തന്ന മെറ്റീരിയൽസ് ചെയ്തു. അതിൽ തന്ന മെറ്റീരിയൽസ് മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പാടാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻ ചെയ്തു. ഫിസിക്സ് മാറി 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 ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ്. എനിക്ക് അറിയൂല ഞാൻ ഇപ്പോഴും ആ പേപ്പേഴ്സ് ആ ന്യൂസ് പേപ്പർ ഉണ്ടാവില്ലേ, ആ ന്യൂസ് പ്രിന്റ് ഉണ്ടാവില്ലേ, ആ ബണ്ടിൽ ഞാൻ എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്ഭുതമായിരുന്നു, ഞാൻ ഇത്ര കുറെ അതെനിക്ക് കാണണം. ഞാൻ അന്ന് അത്രയും കഷ്ടപ്പെട്ടത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾ വിചാരിക്കും അപ്പൊ എങ്ങനെ ടെക്സ്റ്റ് ഒന്നും വായിക്കാതെ കൺസെപ്റ്റ് മനസ്സിലാവും? ഞാൻ ക്ലാസ്സും അധികം അങ്ങനെ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കണമെന്നില്ല. കുറച്ചു നേരം, ഒരു രാവിലെ 2 പീരീഡ് ഒക്കെ ഓക്കെ, ബാക്കിയുള്ള സമയമൊക്കെ ഒരു പാസീവ് ആയിരിക്കും. 2 പീരീഡ് നമുക്ക് ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം, പിന്നെ നമുക്ക് കുറച്ചൊന്ന് മടി വരും. അപ്പം ചായ കുടിച്ച് റെഡി ആക്കിയിട്ട് മാക്സിമം ശ്രമിക്കും, എന്നാലും കുറച്ച് പാസീവ് ആയിട്ട് പോകും. അപ്പം ക്ലാസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് വായിക്കുക, അല്ലെങ്കിൽ നോട്ട് ഇരുന്ന് വായിക്കുക ചെയ്തിട്ടല്ലേ പ്രോബ്ലംസിലേക്ക് പോവുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. പക്ഷെ എന്റെ കേസിൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ പ്രോബ്ലംസിലൂടെ കൺസെപ്റ്റ് പഠിക്കുന്ന ഒരാളായിരുന്നു. ഓരോ പ്രോബ്ലത്തിലും എന്തെങ്കിലും ഒരു തിയറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണപാഠം അതിലുണ്ടാവും, മോറൽ ഓഫ് ദ സ്റ്റോറി അതിലുണ്ടാവും ഓരോ പ്രോബ്ലത്തിലും. അപ്പോ പ്രോബ്ലം ചെയ്യും, അത് കിട്ടിയെന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കി വിടൂല. എനിക്ക് ആൻസർ കിട്ടിയാൽ ജസ്റ്റ് ബാക്കിലൊന്ന് നോക്കും, അതിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ, എനിക്ക് എക്സ്ട്രാ പോയിന്റ് കിട്ടുന്ന എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് വായിച്ചു നോക്കും. ഉണ്ട്, അപ്പൊ ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ, പക്ഷെ ഞാൻ ചെയ്തതും കറക്റ്റ് ആണ്, പക്ഷെ ഇങ്ങനെയും ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെ മനസ്സിലാവും. അതേപോലെ ചില ക്വസ്റ്റിനും
ഇങ്ങനെ വിചാരിക്കും ഫിസിക്സിൽ എനിക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യന്മേ തന്നെ ഒരുപാട് സമയം പോവാണ്, അതും ഉണ്ടാവും. അങ്ങനെ സംഭവിക്കും. പക്ഷെ എന്ത് ചെയ്യാന്നറിയോ, മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 3-4 മിനിറ്റ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഇരിക്കാം, ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ. എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം നോക്കുക. ഞാൻ അങ്ങനെ ചെയ്തത്, കുറച്ച് ഭാഗം നോക്കുക തുടക്കം. അപ്പൊ ബാക്കി കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാം. പിന്നെയും കിട്ടും, എത്ര ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ മൊത്തമായിട്ട് വായിക്കുക, പഠിക്കുക, വായിച്ചു നോക്കുക. അതില് പറഞ്ഞ് ആ കാര്യം, ആ ആൻസർ കിട്ടാന്നല്ല നമ്മളുടെ ഉദ്ദേശം. അതിൽ അടങ്ങിയ കണ്ടന്റ് പഠിക്കുക എന്നുള്ളതാണ്. ഈ കണ്ടന്റ് വെച്ച് വേറൊരു രീതിയിൽ ട്വിസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ അതും ആൻസർ ചെയ്യാൻ കഴിയാന്നുള്ളതിലാണ് നമ്മുടെ കഴിവ്. ഓക്കെ, ഫിസിക്സ് എന്ന് പറയുമ്പോൾ മൊത്തം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തൊക്കെയായിരുന്നു. ഇതാണ് ഫിസിക്സിനെ പറ്റി പറയാനുള്ളത്. പിന്നെ കെമിസ്ട്രി ആണ് ഇത് രണ്ടിന്റെ ഹൈബ്രിഡാ. കാരണം ഞാൻ ടെക്സ്റ്റും വായിച്ചിട്ടുണ്ട്, ഞാൻ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി കുറച്ചൊന്ന് ഹാർഡായിരുന്നു ബാക്കി രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യണം, കെമിസ്ട്രിയില് കൺസെപ്റ്റ് ഓറിയന്റഡ് നല്ലോണം ഉണ്ട്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഐ മീൻ ക്വസ്റ്റ്യൻസ് നല്ലോണം ഉണ്ട്. അപ്പോ എന്ത് ഞാൻ NCERT വായിച്ചിരുന്നു. NCERT ഒരു 50-50 ആയിരുന്നു. NCERT വായിക്കും, അതുപോലെ MCQs ചെയ്യും. MCQs ചെയ്യുമ്പോൾ ഈ ഫിസിക്സിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലനേഷൻ ഞാൻ നന്നായിട്ട് വായിക്കും. എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് എനിക്ക് എപ്പോഴും അത് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അതിന്റെ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നത്. എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ വായിച്ച് മറന്നതോ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ഞാൻ ശ്രദ്ധിക്കാത്തതായിട്ടുള്ള കാര്യങ്ങള് ഈ എക്സ്പ്ലനേഷനിൽ കിട്ടിയിരുന്നു. അപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇൻഡിവിജ്വൽ സബ്ജക്റ്റില് ഇങ്ങനെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പിന്നെ എന്താ പഠിത്തം എന്ന് പറയുമ്പോൾ ഞാൻ ടൈം വെച്ചിട്ടും ചെയ്തിരുന്നു. അതായത് ഇപ്പൊ ഒരു ബുക്കും പെന്നും ന്യൂസ് പേപ്പറും ഒക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് സമയം പോകുന്നത് നമ്മൾ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ഒരു 30 മിനിറ്റ് ടൈം വെക്കും, എന്നിട്ട് 30 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കും. 30 ക്വസ്റ്റ്യൻസ് ഒന്നും തീരൂലല്ലോ. ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻ തീരുള്ളൂ, ഉറപ്പാണ്. കാരണം നമുക്ക് ബയോളജിയിൽ സേവ് ചെയ്യുന്ന ടൈം അല്ലേ നമ്മൾ എക്സാമിന്, അറ്റ് ദ എൻഡ് എക്സാമിന് നമുക്ക് ഫിസിക്സിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ എന്നാലും 30 മിനിറ്റ്സ് ടൈം വെച്ചിട്ട് 30 ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നുള്ള എന്നുള്ളതും കാര്യമാണ്. അതിൽ എത്ര ശരിയാക്കിയെന്നും അത് എന്തുകൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഈ സമയത്തിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് ഞാൻ വാല്യുവേറ്റ് ചെയ്യും. അതിനൊക്കെ ഓരോ മെത്തേഡ്. എനിക്ക് ഇതൊന്നും ആരും പറഞ്ഞു തന്നതല്ല, ഇത് ഞാൻ തന്നെ എനിക്ക് സ്വന്തം, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എന്റെ വഴി എന്ന് ഞാൻ കണ്ടുപിടിച്ചതാ. ഞാൻ പറയട്ടെ, നിങ്ങളും അങ്ങനെ സ്വന്തം വഴി കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതാണ് എന്റെ പ്ലസ് പോയിന്റ്, ഞാൻ ഇതിലൂടെ ഒക്കെ പോയാൽ എനിക്ക് സക്സസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഒരു കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പഠിച്ചാൽ, ഒരു മാസമൊക്കെ ഇരുന്ന് പഠിച്ചാൽ മതി. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് വഴി കൂടെ പോകുന്നുണ്ട്, ഞാൻ എങ്ങനെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഞാൻ ബയോളജി ചാപ്റ്റർ മാത്രം വായിച്ചാൽ മതിയോ അതോ ക്വസ്റ്റ്യൻസ് ചെയ്യണോ, എനിക്ക് മനസ്സിലാവും. സ്വന്തം അനലൈസ് ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പൊ ആ അനലൈസിലാണ് മിസ്റ്റേക്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക. പിന്നെ ചില ടോപ്പേഴ്സ് ഒക്കെ പറയും മിസ്റ്റേക്ക് ബുക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്, അത് ഇങ്ങനെ ലാസ്റ്റ് റിവിഷൻ ആയിട്ട് വായിക്കാം. പക്ഷെ ഞാനൊരു മടിച്ചിയായിരുന്നോണ്ട് അതെനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ 1-2 ക്വസ്റ്റ്യനിൽ എക്സാമിന് മാത്രമേ ഞാൻ മിസ്റ്റേക്ക് ബുക്ക് ഒക്കെ ഫോളോ ചെയ്തുള്ളൂ. പക്ഷെ അത് എന്നെ കൂടെ ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നല്ലതാണെന്ന് വെച്ചിട്ട് അത് നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല. അത് ഓർക്കണം. എല്ലാവരും മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ എന്താ എനിക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇനിയിപ്പോ അത് കാരണം എനിക്ക് നീച്ചു പോവോ, അങ്ങനെയില്ല. അപ്പൊ എന്താ പറയാ, എല്ലാ നല്ലതും നമുക്ക് ചേരണമെന്നില്ല, അത് മനസ്സിലാക്കുക. നമുക്ക് നമ്മളുടേതായ ഒരു യുണീക്ക് വേ ഓഫ് സ്റ്റഡിങ് ഉണ്ടാവും, യുണീക്ക് വേ ഓഫ് മനസ്സിലാക്കലുണ്ടാവും. അതേപോലെ ക്ലാസ് കേൾക്കല്, ഞാൻ പറയട്ടെ, എന്റെ പേഴ്സണലി എനിക്ക് ക്ലാസ് കേൾക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഫിസിക്സ് ആണെങ്കിലും ബയോളജി, കെമിസ്ട്രി എനിക്ക് തീരെ ഇഷ്ടമല്ല ക്ലാസ് കേൾക്കാൻ. എനിക്ക് സ്വന്തമായിട്ട് പഠിക്കുന്ന ഇഷ്ടം. ഫിസിക്സ് പിന്നെയും കുറച്ചിരുന്ന് കേൾക്കും, ബട്ട് ബാക്കിയെല്ലാം എനിക്ക് പ്രോബ്ലം ചെയ്യാം എനിക്ക് അതിലായിരുന്നു എന്റെ ഒരു ഒബ്സഷൻ. മാക്സിമം ചെയ്യാം. അപ്പൊ എന്താ വെച്ചാല് അതേ ഏകദേശം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയല്ലേ നമുക്ക് മോക്ക് ടെസ്റ്റിന് വരിക. അപ്പൊ എനിക്ക് അത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്നുള്ള തോന്നലുകൊണ്ട് നമുക്ക് അപ്പൊ ഈ എക്സാമിന് സ്കോർ ചെയ്യാലോ, അങ്ങനെ ഓരോ എക്സാമിന് സ്കോർ ചെയ്യാലോ, അങ്ങനെയൊക്കെ ഓരോ വെറുതെ ചിന്തകളൊക്കെ വെച്ചിട്ട് അവസാനം പക്ഷെ നീറ്റിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരിക, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അതൊരു നമുക്ക് ഉള്ളിൽ നിന്ന് വരും അത്. എനിക്ക് സംതിങ് മാജിക് ഹാപ്പൻസ്. എന്താ പറയാ, നമ്മള് നിങ്ങൾ വിചാരിക്കും, ചിലർ ഇങ്ങനെ വിചാരിക്കും, എന്താ പറയാ, നമുക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കേട്ടിട്ടുള്ളതുകൊണ്ട് പറയാം കേട്ടോ. അപ്പൊ ചിലവരിങ്ങനെ പറയും, എന്താ അറ്റ് ദ എൻഡ് നീറ്റ് എക്സാമിന് നമുക്ക് പ്രീവിയസ് ഇയർ ഒന്നും അല്ലല്ലോ, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്താൽ എന്താ, ആ ഒരു ക്വസ്റ്റ്യൻ മോഡൽ അന്ന് ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുക, അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു 100, 500, 800 ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരാൾക്ക് ആ ഒരു ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരിക്കും. അതെന്താ ഫിസിക്സ് ഒക്കെ എന്തായാലും കിട്ടിയിരിക്കും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ആ നീറ്റ് 2023
ഫിസിക്സിലെ ഓരോ ക്വസ്റ്റ്യനും എനിക്കറിയില്ല, എനിക്കതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോ അയ്യോ ഇത് മുന്നേ ചെയ്തതല്ലല്ലോ എന്ന് വിചാരിച്ച് പാനിക് ആയിട്ടില്ലല്ലോ. പക്ഷെ ആ ക്വസ്റ്റ്യൻ ആ പാറ്റേൺ കാണും, എന്തൊക്കെയാ തന്നത്, അതെങ്ങനെയൊക്കെ ഇനി ഡിറൈവ് ചെയ്തെടുക്കുക, എങ്ങനെ ആൻസറിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഐഡിയ ഉള്ളിന്ന് തരും. അത് വന്നിരിക്കും. അത് നമ്മള് എത്രത്തോളം പ്രാക്ടീസ് ചെയ്തോ അതിനനുസരിച്ച് അത് വരും. അതാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. പിന്നെ ഏതാ, ടെൻഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ടെൻഷൻ ഉണ്ടാവും എന്നുള്ളത് നോർമലാണ്. ടെൻഷൻ എന്തായാലും കുറച്ച് ടെൻഷൻ എന്തായാലും വേണം. ചിലവര് നെവർ മൈൻഡ് ആക്കി വിടും, അതൊരിക്കലും പാടില്ല. ഓവർ കോൺഫിഡൻസ് നമ്മളെ വലിയ കുഴിയിലേക്കാ ചടിക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് ടെൻഷൻ ആവാം. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ഒരു കുറച്ച് ടെൻഷൻ ആവാം. ഇതിങ്ങനെ ഇരുന്ന് കരയാ, വീട്ടിലേക്ക് വിളിച്ച് കരയാ, എന്നെ കൊണ്ട് കഴിയൂല, എന്നെ കൊണ്ട് കഴിയൂല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. കഴിയുമെന്ന് വിചാരിക്കുക. ഓ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഇതിനെ കൊണ്ട് എന്തായാലും കഴിയൂല, ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരുടെ ഒക്കെ കൂടെ ഫ്രണ്ട്സ് ആവാതിരിക്കുക കേട്ടോ. പോസിറ്റീവ് മൈൻഡുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നോക്കുക. കാരണം നമ്മളെ സറൗണ്ടിങ്സ് പോസിറ്റീവ് ആണ്, അപ്പോഴേ നമ്മളും പോസിറ്റീവ് ആവുള്ളൂ. ഫ്രണ്ട്സ് ഇങ്ങനെ എപ്പോഴും ഡാർക്ക് ആയിട്ട് ഇരുന്നാല് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡാർക്ക് ആയി പോകും. അതും ഒരു ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു കാലം വരാനുണ്ട്. അപ്പൊ എനിക്കെന്ന് പറയാൻ പറഞ്ഞില്ല, എനിക്ക് ഫിലിംസ് ഇഷ്ടം, സീരീസ് ഇഷ്ടം. അപ്പൊ ഞാൻ അന്ന് എന്ത് ചെയ്തു, ഓ ഈ സീരീസിന്റെ ഈ സീസൺ ഇറങ്ങി, ആ സീസൺ ഇറങ്ങി, ഇതിന്റെ ഞാൻ എപ്പോഴാ കാണാം. അപ്പൊ എനിക്ക് നീറ്റ് കഴിഞ്ഞിട്ട് ഒരു 4 മാസം വെറുതെ ഇരിക്കാനുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് MBBS ഇനി എന്തോരം സമയം ബാക്കി കിടക്കുന്നു, അപ്പോഴൊക്കെ എനിക്ക് കാണാലോ. അന്ന് ആ വിചാരിച്ചത് ഇപ്പൊ സത്യമായി. ഓക്കെ, ഇപ്പൊ എല്ലാത്തിനും സമയമുണ്ട്. നമുക്ക് പഠിക്കാൻ സമയമുണ്ട്, സിനിമ കാണാൻ സമയമുണ്ട്, സിനിമക്ക് പോവാൻ സമയമുണ്ട്, പരിപാടി നടത്താൻ സമയമുണ്ട്. ഇതുപോലെ നിങ്ങളെ അടുത്തേക്ക് വന്ന് മെന്റർഷിപ്പ് പ്രോഗ്രാം ചെയ്യാൻ സമയമുണ്ട്, ട്യൂഷൻ എടുക്കുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് വിചാരിച്ചാല്. ഓക്കെ, പഠിത്തം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വിചാരിച്ചാൽ എല്ലാം നടക്കും. അപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് വരാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വിഷൻ മുന്നിൽ കാണാം. ഒരു മെഡിക്കൽ കോളേജ്, ഒരു സ്റ്റെതസ്കോപ്പ്. ഇപ്പൊ സെക്കൻഡ് ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി. അപ്പൊ ക്ലിനിക്സിൽ പോകുമ്പോൾ ഞാൻ പറയട്ടെ, സർജറി, OT, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഒരുപാട് സർജറീസ് കണ്ടു. മെഡിസിനിൽ പോയാല് നമ്മള് എന്താ പറയാ, നമ്മൾ എത്ര ലക്കിയാന്ന് വിചാരിക്കും. അൽഹംദുലില്ലാ, നമുക്ക് അത്രയും നല്ലൊരു ബോഡി, നമുക്ക് അത്രയും നല്ലൊരു മൈൻഡ് കിട്ടി. കാരണം അത്രയ്ക്കും പത്തറ്റിക് ആയിട്ടുള്ള ഡിസീസസ് നമ്മൾ കാണും. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ കയറാനുണ്ട്. ഓ എനിക്ക് ഇതൊക്കെ ക്യൂർ ചെയ്യാൻ കഴിയണം. ഓക്കെ, എനിക്ക് ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയണം. ഈ അസുഖം ഇന്നതാന്ന് മനസ്സിലാക്കാനും ഇതിന് ഇന്ന മരുന്നാ കൊടുക്കാന്ന് മനസ്സിലാക്കാനും കഴിയണം എന്നുള്ളൊരു മോട്ടിവേഷന് സ്ലീവ്സിൽ പോകുമ്പോൾ കിട്ടും. അതൊരു അതൊരു പ്രത്യേക ഫീലാണ്. അത് ഫീൽ ചെയ്തിട്ട് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസിന് എത്ര ആയാലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഓക്കെ, അതൊരു ഭയങ്കര ഫീൽസ് ആണ്. പിന്നെ പിന്നെ പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാനെല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നേ. എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഇന്ററാക്റ്റീവ് ആക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ആരുല്ലേ? ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ആ ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. പിന്നെ ചാറ്റിൽ വന്നിട്ടുണ്ടല്ലോ. നാട്ടിലുണ്ടോ? ഫിസിക്സ് ഒരു ചാപ്റ്ററിന് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു? കണക്കില്ല, പറയട്ടെ, സത്യം പറയുകയാണെങ്കിൽ കണക്കില്ല, അത്രക്കും ചെയ്തിരുന്നു. മടുക്കോളം ചെയ്യാന്നുള്ളത്. അല്ല, ഞാൻ പറയട്ടെ, ഇങ്ങനെ ചെയ്യരുത്. ഒരു ദിവസം ഒരു ചാപ്റ്ററിൽ തന്നെ സ്റ്റിക്ക് ചെയ്യരുത്. അപ്പൊ മടുത്തു പോകും, ആ ചാപ്റ്ററെ പിന്നെ തുറന്നു നോക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പൊ ഓരോ ദിവസവും കുറച്ച്, അത്രയും ടഫ് ചാപ്റ്റർ ആണെങ്കിൽ ഓരോ ദിവസം കുറച്ച് കുറച്ച്. ഇപ്പൊ എനിക്ക് എന്താണ് പറയാ, കറന്റ് ഇലക്ട്രിസിറ്റി ടഫ് ആയിരുന്നു, റേ ഓപ്റ്റിക്സ് ടഫ് ആയിരുന്നു. റേ ഓപ്റ്റിക്സിലെ കുറച്ച് ഭാഗം ഭയങ്കര ടഫ് ആയിരുന്നു, എനിക്ക് എത്രയും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടെ ഞാൻ കൂടുതൽ ചെയ്തിരുന്നു. കൂടുതൽ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടാവുന്ന, അതായത് പ്രീവിയസ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിപ്പോ നമ്മൾ എവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്, അവിടെ കുറച്ച് മെറ്റീരിയൽസ് തരും. അത് കുറച്ചുകൂടി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അത്ര ചെയ്യാൻ കഴിയണമെന്നില്ല, പക്ഷെ അതും ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു, കാരണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. എന്നാലും ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതേപോലെ പിന്നെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്തിരുന്നു. പിന്നെ പക്ഷേ ഈസി ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. പറയുകയാണെങ്കിൽ ഏതാ ഈസി ഉള്ള ചാപ്റ്റർ? ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. എന്താ പറയാ, എനിക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ കഴിയും. അപ്പൊ ഞാൻ അത്രക്ക് നെവർ മൈൻഡ് ആക്കാതെ ഒരു കുറച്ച്
ഒരു മയത്തിലൊക്കെ നമുക്ക് അറിയുന്ന ചാപ്റ്റർ അങ്ങനെ ഇരുന്ന് ചെയ്ത് മോട്ടിവേഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾക്കൊരു ലെവൽ ഉണ്ടാവും, മനസ്സിലാകുന്നവരെ ഇപ്പൊ ചെയ്യാം, അത്രേ ഉള്ളൂ. നമുക്ക് ആ ചാപ്റ്റർ വെള്ളം പോലെ ആയോ എന്നാ നിർത്തിവെക്കാം. പക്ഷെ ഒരു ദിവസം തന്നെ അതിരുന്ന് ചെയ്ത് പഠിച്ച് തീർക്കരുത്, അത് മടുത്തു പോകും. കുറച്ച് 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 ചെയ്താൽ മതി. പിന്നെ ഹോം സിക്നെസ് ഉണ്ടായിരുന്നു, എങ്ങനെയാ മാനേജ് ചെയ്തത്? ഹോം സിക്നെസ് പറയുമ്പോൾ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഹോസ്റ്റലിലായിരുന്നു. പ്ലസ് വൺ മാത്രം, പ്ലസ് ടുവിൽ ഞാൻ കോവിഡ് ബാച്ച് ആയതുകൊണ്ട് വീട്ടിലെത്തി. പക്ഷെ ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. ഹോം സിക്നെസ് എന്ന് പറയുമ്പോൾ വീട്ടിൽ വിളിക്കാൻ ആകെ 15 മിനിറ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം. എന്താ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ പറഞ്ഞു തീർക്കുക? നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കരഞ്ഞു വിളിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയണില്ല, എനിക്ക് നിങ്ങളെ കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇങ്ങോട്ട് എന്താ, നമ്മൾ ആ ഒരു സൈഡ് നമ്മൾ ആലോചിക്കും, എനിക്ക് വീട്ടുകാരെ കാണണം, ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, നമുക്ക് മെഡിക്കൽ കോളേജിൽ കയറണം, നമുക്ക് MBBS ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു വിഷൻ ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ ആ ഒരു വിഷൻ കൊണ്ട് മറികടക്കാൻ ശ്രമിച്ചു. ഹോം സിക്നെസ് ഉണ്ടായിരുന്നു, ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. പെൻഡിങ് ഉണ്ടായിരുന്നു, പെൻഡിങ്ങും ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമാണ്, ഹോം സിക്നെസ് സ്വാഭാവികമാണ്, പെൻഡിങ് ഒക്കെ എല്ലാവർക്കും വരും. അങ്ങനെ പെൻഡിങ് ഇല്ലാത്ത ഓർക്കും ചിലവ് പെൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എക്സാം ആകുമ്പോഴേക്ക് നമുക്ക് തീർക്കാനുള്ളൊരു ഗ്യാപ്പ് വരും. ഓക്കെ, ഇപ്പൊ ക്ലാസ് പഠിത്തം എന്ന് പറയുമ്പോൾ നമുക്ക് പെൻഡിങ് വരും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം ഉണ്ടാവും. ക്ലാസ് ഒക്കെ പെട്ടെന്ന് തീരൂലേ, റിപ്പീറ്റ് ക്ലാസ് തന്നെ പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വയം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് ഹലോ, ഞാൻ വരാം. അപ്പൊ പെൻഡിങ് അങ്ങനെ തീർക്കാൻ ശ്രമിച്ചു. പിന്നെ മെസ്സേജസ് പോയല്ലോ എന്റെ കയ്യിൽ നിന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് ഇടുവോ? ആ ചാറ്റ് പോയിണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടോ മെസ്സേജ്. ഫിസിക്സ് എങ്ങനെയാ മാർക്ക് സ്കോർ ചെയ്യാം? ഞാൻ പറഞ്ഞില്ലേ, MCക്ക് ചെയ്യാം, MCക്ക് ചെയ്യാം. എന്തെങ്കിലും കൺസെപ്റ്റ് ഓറിയന്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സസ് ഇരുന്ന് കാണുക. ഇനിയിപ്പോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് അവിടുത്തെ ക്ലാസ് ശ്രദ്ധിക്കാം. അത് മനസ്സിലായില്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സസ് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഏത് യൂട്യൂബ് ക്ലാസ് ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ക്ലാസ് ഇരുന്ന് കണ്ടാൽ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഫിസിക്സിൽ MCക്ക് ചെയ്യാൻ മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ അത് ക്ലാസ് ഇരുന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് MCക്ക് ചെയ്യാൻ നോക്കുക. ഇക്വേഷൻസ് മറന്നു പോകുന്നു, അതിനെന്തോ ചെയ്യാൻ അബൌട്ട് ഓർഗാനിക് കെമിസ്ട്രി എനിവേസ്. താങ്ക് യു. അപ്പൊ ഇക്വേഷൻസ് മറന്നു പോവാന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്നു. എന്റെ പേഴ്സണലി ഞാൻ ഇക്വേഷൻസ് മറന്നു പോകാത്ത ഒരാളായിരുന്നു, അതുകൊണ്ട് ഞാൻ വിട്ടുപോയത്. ഇക്വേഷൻസ് മറന്നു പോകുന്നവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റിക്ക് നോട്ട് ചെയ്യും. ഫുൾ വാള് സ്റ്റിക്ക് നോട്ട് ആയിരിക്കും, അടിപൊളിയാ കാണാൻ, നല്ല രസമാണ്. അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ എന്നും രാവിലെ എണീറ്റ് അത് വേണം കാണാൻ. ഇവിടുത്തെ ഇക്വേഷനാ മറന്നു പോകുന്നത്, അത് എഴുതി വെക്കുക. എന്നും കാണുന്ന ഒരു ഭാഗത്ത് എണീറ്റ് നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റിട്ട് നമ്മളെ വ്യൂ എവിടെയാണോ അവിടെ ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൽ ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ ബാത്റൂം പോകുമ്പോഴുള്ള ഡോർ ഉണ്ടല്ലോ, നമുക്ക് അവിടേക്ക് നമ്മൾ എവിടെയാണോ വ്യൂ വരുന്നത് അവിടെ ഇങ്ങനെ എന്നും അത് കാണുമ്പോൾ അത് മൈൻഡിൽ എൻഗ്രേവ് ആവും. ഓക്കെ, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പറയട്ടെ. ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ടഫ് ആയിരുന്നു. ഞാൻ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിരുന്നു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഓർഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റിലുള്ളത് മാത്രമേ ചോദിക്കൂ, അത് അങ്ങനെ തന്നെ വരും. NCERT-ലുള്ളത് നമുക്ക് എല്ലായിടത്തും ചോദിക്കും. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഞാൻ ടെക്സ്റ്റിലുള്ള എല്ലാ റിയാക്ഷനും, എല്ലാ നെയ്മഡ് റിയാക്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് എഴുതി പഠിച്ചിട്ടുണ്ട്. എഴുതി എന്ന് പറഞ്ഞിട്ട് എന്താ ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, എനിക്ക് പെട്ടെന്ന് മൈൻഡിക്ക് അതൊക്കെ പേരുന്നത്. അങ്ങനെ ഓരോ പേരുണ്ടല്ലോ, എല്ലാ നെയിം റിയാക്ഷനും ആ പേര്, ആ റിയാക്ഷന്, അതിന്റെ പിന്നെ ആ കണ്ടീഷൻസ് ഒക്കെ ഇരുന്ന് എഴുതി പഠിച്ചു. ഓർഗാനിക് അങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്. ടെക്സ്റ്റ് വായിച്ചിരുന്നു. പിന്നെ എന്താ, ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ MCQ ചെയ്യാൻ കഴിയും. ഓക്കെ, MCQ ചെയ്തിരുന്നു. കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ NCERT എക്സസൈസ് ചെയ്യാൻ എക്സാമ്പിൾ ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. കെമിസ്ട്രി എക്സസൈസസ് ചെയ്ത ഒരു ഓർമ്മ ഇല്ല, പക്ഷെ ഫിസിക്സ് ജസ്റ്റ് ഒന്ന് ചെയ്തു, ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ആ ഒരു കുറവ് നികത്താൻ വേണ്ടിട്ട്, അല്ലാതെ എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ടു ബി ഫ്രാങ്ക്. എന്താ, ഒറ്റ പ്രാവശ്യം. കാരണം ഇനി അതിൽ നിന്നൊരു മാർക്ക് കുറഞ്ഞു. NCERT ഡയറക്റ്റ് എക്സസൈസ് വന്നിട്ട് അത് നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്
ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തന്നെയാണ് പിന്നീട് നമുക്ക് ആ ഒരു എക്സസൈസ് മോഡൽ തന്നെയാണ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് MCQs വരിക. അപ്പോൾ MCQs ചെയ്യുന്ന ഒരാൾക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയും. അത്രേ ഉള്ളൂ ഇപ്പൊ ഡൗട്ട്. ഹലോ.